Hi friends, welcome back to Candela Study Circle. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതേ സിലബസ് തന്നെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ GDക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് സ്റ്റോറിക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് F. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടു ചാർജസ് ഈസ് halved ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ഓൾസോ halved, then the force between the charges will be ഓപ്ഷൻ എ 2F, ഓപ്ഷൻ ബി F/2, ഓപ്ഷൻ സി F, ഓപ്ഷൻ ഡി 4F. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് ചാർജുകളുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ F ആണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് പകുതിയായിട്ടുണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസും പകുതിയായി. അങ്ങനെയെങ്കിൽ പുതിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് ചാർജുകളുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണുന്ന ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു K Q1 Q2 ബൈ R² ആണ്. അപ്പോൾ ഈ Q1ഉം Q2ഉം എന്തായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? ഹാഫായി. അപ്പോൾ Q1/2 എന്നും Q2/2 എന്നും വന്നു. ദെൻ ഡിസ്റ്റൻസ് ആറും എന്തായിട്ട് മാറിയിട്ടുണ്ട്? R/2 ആയി. അങ്ങനെയെങ്കിൽ പുതിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ നൽകിയിരിക്കുന്ന ഈ ഒരു Q1ഉം Q2ഉം Rഉം ഈ ഒരു വാല്യൂയിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. സോ F ഈസ് ഈക്വൽ ടു K ഇൻറ്റു ഇവിടെ Q1/2 ഇൻറ്റു Q2/2 ഡിവൈഡഡ് ബൈ R/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ടേം എന്തായിട്ട് മാറും? ഇവിടെ Q1/2 ഇൻറ്റു Q2/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q1 Q2 ഡിവൈഡ് ബൈ 4 എന്ന് വരും, ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ R/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ R²/4 എന്ന് വരും. ഈ 4ഉം കട്ട് ചെയ്താൽ എന്ത് വരും? സോ F ഈസ് ഈക്വൽ ടു K Q1 Q2 ബൈ R². സോ നമുക്ക് ഇനീഷ്യലി കിട്ടിയ F എന്താണ്? F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു Q1 Q2 ബൈ R² ആണ്. സോ ഒരു ചേഞ്ചും ഇല്ല. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. F ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലോങ് സ്ട്രേറ്റ് വയേഴ്സ് ഈസ് 5 cm with each carrying a current of 15 ampere in the same direction, then find the magnetic field at P. ഓപ്ഷൻ എ 9 × 10⁻⁵ ടെസ്ല, ഓപ്ഷൻ ബി 5 × 10⁻⁵ ടെസ്ല, ഓപ്ഷൻ സി 7 × 10⁻⁵ ടെസ്ല, ഓപ്ഷൻ ഡി 12 × 10⁻⁵ ടെസ്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ ചിത്രത്തിൽ കാണാം, രണ്ട് വയറുകളുണ്ട്. അപ്പോൾ രണ്ടിലെയും കറണ്ട് പോകുന്നത് ഒരേ ഡയറക്ഷനിലാണ്, മുകളിലോട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പം ഓരോ വയറിലും 15 ആംപിയർ കറണ്ട് വീതമാണ് പാസ് ചെയ്ത് പോകുന്നത്. ഇനി ഈ രണ്ട് വയറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 cm ആണ്. ഒന്നാമത്തെ വയറിൽ നിന്നും 5 cm അപ്പുറത്താണ് P എന്ന് പറയുന്ന പോയിന്റ്. അങ്ങനെയെങ്കിൽ P എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം രണ്ട് വയർ കടന്നു പോകുന്നുണ്ട്, രണ്ട് വയറിലൂടെയും കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് ആക്ട് ചെയ്യും? ആ പോയിന്റ് Pയിൽ കിട്ടും. അപ്പം രണ്ട് വയറിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാണണം. അതെന്തായാലും രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്ന ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് B ഈസ് ഈക്വൽ ടു μ0I/2πr ആണ്. അപ്പോൾ ഇവിടെ μ0യുടെ വാല്യൂ എന്താണ്? μ0 ഈസ് ഈക്വൽ ടു 4π × 10⁻⁻⁷ ആണ്. ഒന്നാമത്തെ വയർ P എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. സോ ഒന്നാമത്തെ വയർ എടുക്കുന്ന സമയത്ത് ആ പോയിന്റ് 10 cm അകലെയായിട്ടാണ് നിൽക്കുന്നത്. സോ R ഈസ് ഈക്വൽ ടു എന്ത് വരും? 10 cm ആണ്. അത് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 10 × 10⁻⁻2 മീറ്റർ എന്ന് വരും. സോ ഇവിടെ B1 എന്ന് കൊടുക്കാം. B1 ഈസ് ഈക്വൽ ടു μ0യുടെ വാല്യൂ 4π × 10⁻⁻7 ഇൻറ്റു കറണ്ട് 15 ആംപിയർ ആണ്, ഡിവൈഡ് ബൈ 2π × R എന്ന് പറഞ്ഞാൽ 10 × 10⁻⁻2 ആണ്. അപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്യാം. ഇവിടെ 4πയും 2πയും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 വരും. നെക്സ്റ്റ് ഇവിടെ 15ഉം 10ഉം ഉണ്ട്, ഇവിടെ 2, ഇവിടെ 3 വരും.
ഇനി ഒരു ടൂവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ B1 ഉണ്ടാവുന്നത് 3 × 10⁻⁻7 ഡിവൈഡ് ബൈ 10⁻². ഈ 10⁻² മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ 10⁻² ആവും. സോ 10⁻² ഇൻറ്റു 10⁻⁻7 എന്ന് പറഞ്ഞാൽ 10⁵ ആവും. സോ 3 × 10⁻⁻5 ടെസ്ലയാണ് ഒന്നാമത്തെ വയർ P എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇനി രണ്ടാമത്തെ വയർ P എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണും. അപ്പോൾ രണ്ടാമത്തെ വയർ P എന്ന പോയിന്റിന് 5 സെൻറ്റിമീറ്റർ അകലെയാണ്. സോ R എന്ത് വരും? 5 × 10⁻² മീറ്റർ. സോ B2 എന്നുള്ളത് 4π × 10⁻⁻7 × 15 ഡിവൈഡ് ബൈ 2π × 5 × 10⁻². നമുക്ക് ഇവിടെ നേരത്തെ ചെയ്ത പോലെ കട്ട് ചെയ്യാം. 4πയും 2πയും കട്ട് ചെയ്തോടെ 2 വന്നു. നെക്സ്റ്റ് ഇവിടെ 15ഉം 5ഉം ഉണ്ട്. ഇവിടെ എന്ത് വരും? 3 വരും. ഇവിടെ 1 ആണ്. ദെൻ നെക്സ്റ്റ് ഇവിടെ 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6. ഇനി ഇവിടെ 10⁻⁻7 ഉണ്ട്. താഴെ 10⁻⁻² ഉണ്ട്. നമുക്ക് മുകളിലോട്ട് എടുത്തിട്ട് 10⁻² ആവും. സോ ഇവിടെ എന്ത് വരും? 6 × 10⁻⁻5 ടെസ്ല. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അതായത് 3 × 10⁻⁻5 പ്ലസ് 6 × 10⁻⁻5 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 10⁻⁻5 ടെസ്ല. അപ്പോൾ P എന്ന പോയിന്റിൽ ഈ രണ്ട് വയർ കൊണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 9 × 10⁻⁵ ടെസ്ല. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, എ ഫോഴ്സ് വെക്ടർ F is equal to 2i plus 5j minus 3k is applied on an object. This force vector is applied at a point located at R is equal to 2i plus j plus 2k. What is the torque applied on the object with respect to the origin? Option A 13i minus 10j plus 8k. Option B 8i plus 2j plus 12k. Option C 8i plus 2j minus 12k. Option D minus 13i plus 10j plus 8k. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഫോഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്, വെക്ടർ ആറും നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ടോർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു R ക്രോസ് F ആണ്. സോ നമുക്കിവിടെ വെക്ടർ പ്രൊഡക്റ്റ് ഇവിടെ കാണണം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ വെക്ടർ പ്രൊഡക്റ്റ് കാണാം. സോ I J K. ഇവിടെ R എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് നൽകിയിട്ടുണ്ട് 2i plus j plus 2k ആണ്. സോ 2 1 2 എന്ന് വരും. നെക്സ്റ്റ് F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 5 minus 3. സോ ഇത് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ടോർക്ക് കിട്ടും. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു I × 1 × 3 that 1 × -3 ആണ് മൈനസ് 5 × 2 ദാറ്റ് ഈസ് 10. നെക്സ്റ്റ് മൈനസ് ജെ ഇവിടെ എന്താ വരുന്നത്? 2 × -3 ദാറ്റ് ഈസ് -6 മൈനസ് 2 × 2 ദാറ്റ് ഈസ് 4. ദെൻ പ്ലസ് കെ എന്ത് വരും? 2 × 5 ദാറ്റ് ഈസ് 10 ആണ്. 10 മൈനസ് 2 × 1 ദാറ്റ് ഈസ് 2. സോ ഇവിടെ -3 - 10 ദാറ്റ് ഈസ് -13i. ഇവിടെ -6 -4 ദാറ്റ് ഈസ് -10 ആണ്. ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. സോ പ്ലസ് 10j. നെക്സ്റ്റ് ഇവിടെ 10 - 2 ദാറ്റ് ഈസ് 8 ആണ്. പ്ലസ് 8k. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടോർക്ക്. സോ -13i പ്ലസ് 10j പ്ലസ് 8k എന്ന് നൽകിയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ മാൻ യൂസസ് എ കോൺകേവ് മിറർ ഫോർ ഷേവിംഗ്. He keeps his face at a distance of 25 cm from the mirror and gets an image which is 1.4 times enlarged. Find the focal length of the mirror. ഓപ്ഷൻ എ 87.5 cm, ഓപ്ഷൻ ബി 68.5 cm, ഓപ്ഷൻ സി 24.5 cm, ഓപ്ഷൻ ഡി 48.5 cm. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരാൾ ഷേവിംഗ് മിറർ ഉപയോഗിച്ചിട്ട് ഷേവ് ചെയ്യുകയാണ്. അപ്പം അയാളുടെ ഫേസ് മിററിൽ നിന്നും 25 cm മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. ഇമേജിൻ്റെ സൈസ് ഒബ്ജക്റ്റിനേക്കാൾ 1.4 ടൈംസ് എൻലാർജ് ആയിട്ടാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നൽകിയിട്ടുള്ളത് മാഗ്നിഫിക്കേഷൻ ആണ്. സോ മാഗ്നിഫിക്കേഷൻ M is equal to
ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ വി മൈനസ് യു. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ഇമേജ് ആണ്. യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ ആണ്. അപ്പം നമുക്ക് ഇവിടെ ഈ എമ്മിൻ്റെ വാല്യൂ നൽകിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 1.4 ആണ്. ഈസ് ഈക്വൽ ടു നമുക്ക് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ വി അറിയണം, യു അറിയണം. നമുക്ക് ക്വസ്റ്റ്യനിൽ യു മാത്രമാണ് നൽകിയിട്ടുള്ളത്. സോ യുവിൻ്റെ വാല്യൂ എന്താണ് ഇവിടെ 25 ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും -25 ആണ് വരേണ്ടത്. നമ്മളിവിടെ മാഗ്നിഫിക്കേഷൻ കാണുന്നതുകൊണ്ട് സൈൻ ഇവിടെ ഇടുന്നില്ല എന്നുള്ളൂ. സോ നമുക്ക് വി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, 25 × 1.4 ആണ്, ദാറ്റ് ഈസ് 35. അപ്പം വിയുടെ വാല്യൂ കിട്ടി 35. ഇനി നമുക്ക് ഫോക്കസ് ദൂരം കാണാം, എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി ആണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് മിറർ എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ യു എന്തായിരിക്കും, -25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇവിടെ വി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കോൺകേവ് മിററിൻ്റെ ഇമേജ് എവിടെയാണ് കിട്ടുക, പിന്നെ മിററിൻ്റെ മുന്നിൽ തന്നെയാണ് കിട്ടുക. പക്ഷേ ഷേവ് മിററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിററുകളുടെ ഇമേജ് ഇമാജിനറി ആയിട്ട് മിററിൻ്റെ പുറകിലായിരിക്കും കിട്ടുക, അത് നിവർന്നതായിരിക്കും. സാധാരണ കോൺകേവ് മിററിൻ്റെ ഇമേജ് എല്ലാം എന്താണ്, തല കീഴായിട്ടുള്ളതാണ് കിട്ടുക. സോ കണ്ണാടിക്ക് പുറകിലായതുകൊണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഇവിടെ എന്ത് വരും, +35. ഇനി നമുക്ക് ഇതിൻ്റെ ഫോക്കസ് ദൂരം കാണാം. സോ എഫ് ഈസ് ഈക്വൽ ടു യുടെ വാല്യൂ -25 × 35 ഡിവൈഡഡ് ബൈ -25 + 35. ഈ വാല്യൂ എന്ത് വരും, -25 × 35 ഡിവൈഡഡ് ബൈ -25 + 35, ദാറ്റ് ഈസ് 10 വരും. സോ ഇനി ഇവിടെ 25 × 35 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 875 ആണ്. 875/10 ഈസ് ഈക്വൽ ടു 87.5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഫോക്കസ് ദൂരം. സോ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, 87.5 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, ഇഫ് എ കാർനോട്ട് റെഫ്രിജറേറ്റർ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ 0°C ആൻഡ് 100°C, ഇറ്റ്സ് കോഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് വിൽ ബി. ഓപ്ഷൻ എ 373/273, ഓപ്ഷൻ ബി 100/273, ഓപ്ഷൻ സി 273/273, ഓപ്ഷൻ ഡി 273/100. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കാർനോട്ട് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ 0°C 100°C ആണ്. അപ്പം അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഇസ് ഈക്വൽ ടു TL / TH - TL ആണ്. TL എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം ആണ്, TH എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്സ് ആണ്. അപ്പോൾ ഇവിടെ TL ഈസ് ഈക്വൽ ടു നമുക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത് 0°C ആണ്. അത് നമ്മൾ കെൽവിനിലോട്ട് മാറ്റണം. സോ 0 + 273, ദാറ്റ് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ എന്ന് വരും. ഇനി TH നമുക്ക് ക്വസ്റ്റ്യനിൽ ഉള്ളത് 100°C ആണ്. അത് നമ്മൾ കെൽവിനിലോട്ട് മാറ്റുകയാണെങ്കിൽ 100 + 273, ദാറ്റ് ഈസ് 373 കെൽവിൻ. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഈ വാല്യൂയിലേക്ക് ഇത് അപ്ലൈ ചെയ്യാം. സോ TLൻ്റെ വാല്യൂ 273 ആണ്, ഡിവൈഡഡ് ബൈ TH 373 ആണ്, മൈനസ് TLൻ്റെ വാല്യൂ 273 സീക്വൽ ടു എന്ത് വരും, 273/100. സോ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് 273/100 ആണ്. അടുത്ത ചോദ്യം, കൺസിഡർ ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ എലോങ് എ സ്ട്രേറ്റ് റോഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ x is equal to α_tq + βt² + γt + c. Then find the initial velocity of the object. Option A 3α_t², option B βt, option C ഗാമ, ഓപ്ഷൻ ഡി 3α_t² + ഗാമ. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ മൂവ് ചെയ്യുകയാണ്, അതിൻ്റെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് നൽകിയിട്ടുള്ളത്, ആ ഇക്വേഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്നാണ് ചോദിച്ചത്. സോ നമുക്കൊരു ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വെലോസിറ്റി കിട്ടും അല്ലേ. സോ നമുക്ക് ഈ ഒരു എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. സോ d/dt
ഡി ടി ഓഫ് ഇവിടെ ആൽഫ ടി ക്യൂ പ്ലസ് ബീറ്റ ടി സ്ക്വയർ പ്ലസ് ഗാമ ടി പ്ലസ് സി. ഇതെന്ത് വരും? ആൽഫ ടി സ്ക്വയർ പ്ലസ് 2 ബീറ്റ ടി പ്ലസ് ഗാമ എന്ന് വരും. തന്നെ ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇനീഷ്യൽ വെലോസിറ്റിയാണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഇനീഷ്യൽ വെലോസിറ്റിയിൽ ടൈം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ടി ഈസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇനീഷ്യൽ വെലോസിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ടേമും 0 ആയിട്ട് മാറും, ഈ ടേമും 0 ആയിട്ട് മാറും. ദെൻ ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഗാമ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? ഗാമ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ റെസിസ്റ്റൻസ് ഓഫ് എ മോട്ടോർ ഈസ് 90 ohm ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ബൾബ് 60 ohm ആൻഡ് എ ഫാൻ ഓഫ് റെസിസ്റ്റൻസ് ഈസ് 30 ohm ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടു എ 240 volt source. Find the total value approximate of current flowing through the appliances. ഓപ്ഷൻ എ 15 ആംപിയർ, ഓപ്ഷൻ ബി 10 ആംപിയർ, ഓപ്ഷൻ സി 5 ആംപിയർ, ഓപ്ഷൻ ഡി 12 ആംപിയർ. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു 3 അപ്ലയൻസസ് ഉണ്ട്. അത് ഒരു മോട്ടർ ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്, ഒരു ഫാൻ ഉണ്ട്. അപ്പോൾ അതിൽ 3നും 3 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് പാരലലായിട്ടാണ്. അപ്പോൾ അതിലൂടെ 240 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കറണ്ട് കാണാൻ എങ്ങനെയാണ്? ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. സോ നമുക്കിവിടെ എന്താ അറിയണം? ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് പാരലൽ ആയിട്ടാണ്. സോ 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 പ്ലസ് ഇവിടെ 1/r3. കാരണം 3 റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 1/90 പ്ലസ് നെക്സ്റ്റ് 1/60 പ്ലസ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് 1/30 ആണ്. സോ അപ്പോൾ ഇതിൻ്റെ LCM എടുക്കാം. 90ൻ്റെയും 60ൻ്റെയും 3ൻ്റെയും LCM 180 ആണ്. സോ 180 താഴെ കൊടുക്കാം. ഇവിടെ എന്ത് വരും? ഇവിടെ 180 ആവാൻ 90നോട് 2 മൾട്ടിപ്ലൈ ചെയ്യണം. സോ മുകളിൽ 2 വരും. പ്ലസ് ഇവിടെ 16നോട് 180 ആവാൻ നമുക്ക് 3 മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 വരും. നെക്സ്റ്റ് ഇവിടെ 3നോട് 180 ആവാൻ നമുക്ക് 6 മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1/r ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ 2 3 5 5 6 11/180 ആണ് 1/rൻ്റെ വാല്യൂ. സോ r ഈസ് ഈക്വൽ ടു എന്ത് വരും? 180/11 ohm. ഇനി നമുക്ക് എന്ത് കാണണം? കറണ്ട് കാണാം. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 240 ആണ്. ആറിൻ്റെ വാല്യൂ 180 / 11 ആണ്. ഈ ഒരു 11 മുകളിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു 240 × 11 / 180. ഈ 0 0 കട്ട് ചെയ്യാം. ഇവിടെ 6 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 വരും, ഇവിടെ 4 വരും. സോ 44/3 അല്ലേ? അപ്പോൾ 45 ആണെങ്കിൽ 45/3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 15 ആണ്. 45/3. അപ്പോൾ നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അപ്രോക്സിമേറ്റ്ലി എന്ത് വരും? 15 ആയിരിക്കും. 15 ആംപിയർ. സോ ഓപ്ഷൻ എ ആണ് ശരിത്തരം, 15 ആംപിയർ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കാം. സോ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.